മലയാളികൾ മാത്രമല്ല ഇന്ന് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ഒരുപോലെ എമ്പുരാന്റെ റിലീസിനായി കാത്തിരിക്കുകയാണ്. മോഹൻലാലും പൃഥ്വിരാജും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ പ്രഖ്യാപന സമയം മുതൽ തന്നെ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചകൾ സജീവമായിരുന്നു. ലൂസിഫർ നേടിയ വമ്പൻ വിജയം എമ്പുരാനും സ്വന്തമാക്കുമെന്ന പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത്. മാർച്ച് 27-ന് എത്തുന്ന ചിത്രത്തിന്റെ വരവ് ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് ഇന്ന് മോഹൻലാൽ ആരാധകർ. ഫാൻസ് ഷോ ടിക്കറ്റുകളുടെ വിൽപ്പന നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നെങ്കിലും അതിന്റെ ടൈമിംഗ് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപനം വന്നത്. റിലീസ് ദിനത്തിൽ പുലർച്ചെ 6 മണിക്കാണ് എമ്പുരാന്റെ ആദ്യ ഷോ. ഇപ്പോഴത്തെ ശനിയാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് ചിത്രത്തിന് കേരളത്തിൽ ആകെ ചാർട്ട് ചെയ്തിരിക്കുന്ന ഫാൻസ് ഷോകളുടെ കണക്കുകളാണ് പുറത്തുവരുന്നത്. ശനിയാഴ്ച വരെയുള്ള ചാർട്ടിംഗ് പ്രകാരം ചിത്രത്തിന് 241 ഫാൻസ് ഷോകളാണ് കേരളത്തിലാകെയുള്ളത്. ഞായറാഴ്ചയോടെ ഇത് 300 കടന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഏറ്റവും അധികം ഷോകൾ തിരുവനന്തപുരത്തും ഏറ്റവും കുറവ് ഷോകൾ ഇടുക്കിയിലും കാസർഗോഡുമാണെന്നാണ് റിപ്പോർട്ടുകൾ. തിരുവനന്തപുരത്ത് 37ഉം ഇടുക്കിയിലും കാസർഗോഡും 3 ഷോകളാണുള്ളത്. കോഴിക്കോട് 28ഉം തൃശൂരും മലപ്പുറത്തും 26 വീതം ഷോകളുമുണ്ട്. 21 വീതം ഷോകളാണ് എറണാകുളത്തും കണ്ണൂരും ചാർട്ട് ചെയ്തിരിക്കുന്നത്. ആലപ്പുഴയിൽ 19 ഷോകൾ എത്തുമ്പോൾ കൊല്ലത്തും പാലക്കാടും 16 വീതം ഷോകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോട്ടയത്ത് 12ഉം പത്തനംതിട്ടയിൽ 9ഉം വയനാട്ടിൽ 4ഉം ഫാൻസ് ഷോകളാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന് കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും ഫാൻസ് ഷോകൾ ചാർട്ട് ചെയ്തിട്ടുണ്ട്. റിലീസിന് ഇനിയും 9 ദിനങ്ങൾ ശേഷിക്കെ കേരളത്തിലെ ഫാൻസ് ഷോകളുടെ എണ്ണത്തിൽ ഇനിയും വർധനയുണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ ആശീർവാദ് സിനിമാസിനും ലൈക്ക പ്രൊഡക്ഷൻസിനുമൊപ്പം ശ്രീഗോകുലം മൂവീസും ചേർന്നാണ് സിനിമയുടെ നിർമ്മാണം. ലൂസിഫറിന്റെ പ്രീക്വലും സീക്വലുമായി എത്തുന്ന ചിത്രം വമ്പൻ താരനിരയിലാണ് ഒരുങ്ങുന്നത് എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്യാൻവാസിലെത്തുന്ന ചിത്രമായതിനാൽ തന്നെ വമ്പൻ ഹൈപ്പിലാണ് എമ്പുരാൻ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. 150 കോടിയോളമാണ് ചിത്രത്തിന്റെ ബജറ്റ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.